2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയതോടുകൂടി സംഘടനാ രംഗത്ത് വൻ അഴിച്ചുപണിക്കൊരുങ്ങിയിരിക്കുകയാണ് BJP. വരാൻ പോകുന്ന തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വമ്പൻ പദ്ധതികളാണ് മുന്നിലുള്ളത്. ഇതിന്റെ ആദ്യപടിയെന്നോണം 14 ജില്ലകളെയും ഉടച്ചുവാർത്ത് 30ഓളം സംഘടനാ ജില്ലകളായി വിഭജിച്ചിരിക്കുന്നു. ഇതിനു പുറമെ 140 നിയോജക മണ്ഡലങ്ങളെയും വിഭജിച്ച് 280 നിയോജക മണ്ഡലങ്ങളാക്കി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരള BJP ഘടകം ഈ ആശയം കൈക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ ഈ മൂവ്മെന്റ് മറ്റു പാർട്ടികളിൽ വൻ നെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 20% വോട്ട് BJP അക്കൗണ്ടിലെത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് BJP രണ്ടും കൽപ്പിച്ചാണ് കളത്തിലിറങ്ങുന്നത് എന്നൊരു പ്രതീതി മറ്റു പാർട്ടികൾക്കിടയിലേക്ക് ജനിപ്പിക്കാൻ BJP സംസ്ഥാന നേതാക്കൾക്ക് ഇതോടുകൂടി സാധിച്ചു. 30 ജില്ലാ കമ്മിറ്റികളിൽ 27 ഇടങ്ങളിലും പുതിയ ജില്ലാ സെക്രട്ടറിമാർ ചുമതലയേറ്റു. 3 ഇടങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി BJP കോട്ടയെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയായിരുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രന്റെ തലയിലേക്ക് വീഴുകയും ചെയ്തു. തനിക്കിഷ്ടമുള്ളവരെ മാത്രം കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും കഴിവുള്ള പലരെയും K. സുരേന്ദ്രൻ തടയുന്നു എന്ന വിവാദങ്ങൾ സുരേന്ദ്രനെതിരെ അന്ന് ഉയർന്നു കേട്ടതാണ്. പാർട്ടിക്കകത്ത് രൂപപ്പെട്ട ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് ഇത്രമേൽ വൈകിച്ചത്. താൽക്കാലികമായി സംഘടനാ സംവിധാനത്തിനകത്തെ പ്രശ്നങ്ങൾ ഇതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നാണ് BJP ക്യാമ്പ് വിശ്വസിക്കുന്നത്. പാലക്കാട് നഗരസഭയിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടത്. പല കൗൺസിലർമാരും BJPയിൽ നിന്ന് കാലുമാറുകയാണെന്ന പ്രതീതി വരെ ജനിപ്പിച്ചു. ഇങ്ങനെ സംഭവിച്ചാൽ BJPയുടെ കയ്യിൽ നിന്നും പാലക്കാട് നഗരസഭയുടെ ഭരണം വഴുതിപ്പോകുമെന്ന സ്ഥിതിയിലായി. ഈ ഒരു ഘട്ടത്തിലാണ് BJP നിർണായകമായ ഇത്തരമൊരു മൂവ്മെന്റ് മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് BJP ക്യാമ്പ് തന്നെ വിശ്വസിക്കുന്നത്. ഒടുക്കം സംസ്ഥാന RSS തന്നെ നേരിട്ടിറങ്ങിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നത്. ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറിമാരിൽ 4 പേര് വനിതകളാണ്, 3 പേർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ളവരും. എല്ലാ വിഭാഗത്തിനും അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് BJP ജില്ലാ ഘടകങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. കോട്ടയം ഈസ്റ്റിന്റെ റോയ് ചാക്കോ, ഇടുക്കി സൗത്തിന്റെ VC വർഗീസ്, തൃശൂർ സിറ്റിയുടെ ജസ്റ്റിൻ ജേക്കബ് എന്നീ 3 ക്രിസ്ത്യൻ നേതാക്കളെ ഉൾപ്പെടുത്താൻ BJP പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട 27 ജില്ലാ സെക്രട്ടറിമാരിൽ 4 പേർ വനിതകളുമാണ്.